ആ മിർമോൾ ഓടി വന്നല്ലോ. നിമിഷ, ഹലോ. ഇതിലേതാ മോളാ? അത് അമ്മയേതാ? ഞാൻ അമ്മ, ഇത് മോള്. ആണോ? ഇതെന്നെ ഉടുപ്പാടി? ഇത് എന്നെ ഉടുപ്പാ? ഞങ്ങളുടെ പുതിയ ഉടുപ്പാ. ആണോ? ഇറക്കൂട്ടാ, എന്നാണ്ട് വിശേഷം? ഡാഡിനെ കാണാതെ ഒരാഴ്ച ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പഠിയോളാ? കുഴപ്പമൊന്നുമില്ല. നമ്മളെ റീവൂഡിനെ പോലുള്ള മിസ് ചെയ്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്നല്ലാതെ. നമ്മുടെ റീവ് സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു റീവിനെ എന്താ നിർത്തി പോന്നേന്നൊക്കെ. ഞങ്ങൾ കുറച്ച് നാൾ അവനെ അവിടെ നിർത്തട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അവർക്കും ഒരു നേരം തൊടുപുഴയിൽ പോകൂട്ടോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊക്കെ ഓരോ പരിപാടി. എന്നാ കാറ്റാണ് ഇത് പറഞ്ഞോ? മഴക്കാറുണ്ടോ? ആകാശത്ത് മൊത്തം മഴമേഘം കൂടി നിൽക്കുന്നുണ്ടോ? നല്ല കാര്യം. എന്തെങ്കിലും മഴ തുള്ളി വീഴട്ടെ. ഇവിടെ ചൂട് കാരണം നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ മിസ്സാക്കി ശരിക്കും പറഞ്ഞു. നാട്ടിൽ വന്ന് ചെറിയൊരു ഉഷ്ണം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അധികം ചൂടില്ലായിരുന്നു. എനിക്കൊന്ന് 45 വരെ എങ്ങാണ്ട് പോയെന്നായിരിക്കും. 47 ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. 47 ഡിഗ്രി ചൂട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊന്നും ഇത്ര ചൂടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ കാലാവസ്ഥ. എടി, നമ്മുടെ മുന്തിരിയൊക്കെ കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന അതിന്റെ സംഭവം. കാരണം മുന്തിരി ഞങ്ങളെല്ലാം പറിച്ചു കേട്ടോ. ഫുള്ള് തീർന്നു. വെട്ടിവിട്ടല്ലേ? അത് കാണിച്ചു തരാം. ഞങ്ങള് ഫുള്ള് പോകുക. ഇനി നമുക്ക് നന്നായിട്ട് പ്രൂവ് ചെയ്യണം. തണ്ണിമത്തം വല്ലതും ഉണ്ടോ പുറത്ത്? ഞാനിങ്ങനെ വിഷമിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തണ്ണിമത്തത്തേക്ക് അപാര സംഭവമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. ദൈവമേ, ഒരെണ്ണം കൂടെ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോ എന്റെ അടി നമുക്ക് ഇങ്ങനെ ചുമ്മാ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. തണ്ണിമത്തങ്ങ ഒരെണ്ണം കൂടെ ഉണ്ടായിക്കണം. മുന്തിരി ഞങ്ങള് വെട്ടി വിട്ടു കേട്ടോ. അത് വെട്ടി കളഞ്ഞില്ല, ചുമ്മാ കട്ട് ചെയ്തങ്ങ് വിട്ടു കേട്ടോ. അതാണ് ഇങ്ങനെ. ഇനിയിപ്പോ അത് പയ്യെ അങ്ങ് ഊരി കളയണം അല്ലേ? ഇങ്ങനെ നോക്കി വെച്ചാൽ കാണാൻ പറ്റും പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ. ഇല്ല ഇല്ല, ഇതിനകത്ത് എവിടെ തണ്ണിമത്തൻ ഏതോ അതേ കിടക്കുന്നത്. അല്ല, കൊട്ടല് കറക്റ്റ്. ഞാൻ ഇന്നലെ കൊട്ട് നോക്കിയാ. കൊട്ടലൊക്കെ കറക്റ്റാ. ഇപ്പൊ പറിക്കണ്ടെന്നേ, 2 ദിവസം നിക്കട്ടെ അവനെ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അന്ന് നമ്മള് ഫ്രിഡ്ജിനകത്തോടെ വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോഴത്തേനും അപാര ടേസ്റ്റ് ആട്ടോ. ഈ ചൂടത്ത് നമുക്ക് ശരിക്കും പറഞ്ഞ തണ്ണിമത്തൻ ഒരു വേണ്ട ഒരു സംഭവമാണ്. കറക്റ്റ് സമയത്ത് അടുത്ത വർഷമൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത്. വേറെ റീബൂട്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ അടി? അവള് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചുമ്മാ പറയുന്ന അവള് മിസ് ചെയ്യുന്ന പോലെ അവള് ചോദിക്കാറ് പോലും ഇല്ല. എടി, ഭയങ്കര കാറ്റാ. ഭാഗത്തേക്ക് കയറിക്കും. ഭയങ്കര കാറ്റാ. വേറെ പനിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുള്ളൂ. മിറമോളകത്ത് കയറിക്കും. അതുപോലെ നിങ്ങളെ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ 2 വീട്ടിൽ നിന്ന് നമുക്കൊരു പെട്ടി നിറച്ച സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നമുക്ക് കാണിക്കേണ്ടത്. ഒരു പെട്ടിയോ? 3-4 പെട്ടി. 2 വീട്ടിൽ നിന്നും കൂടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ട്. പെട്ടി പൊട്ടിക്കാൻ പോകും. ഞാൻ വന്ന് മിനിയാന്ന് വന്ന, പക്ഷെ ഇതുവരെ ഞങ്ങൾ പെട്ടി പൊട്ടിച്ചിട്ടില്ല. അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ നമുക്ക് കൊതി സഹിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അത് മാത്രം ഞങ്ങള് എന്താ പറയാ എടുത്ത് പറയണ്ടത്. അതെടുത്ത് ഓൾറെഡി ഞങ്ങളല്ല, ഞാൻ കഴിച്ചു തുടങ്ങി. പയറൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം കയറ്റി വിട്ടതുള്ളൂ കേട്ടോ. പയറൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാനെടുത്ത് 3-4 പറിച്ചു നേരത്തെ സാമ്പാറിനകത്തൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന. ഞാൻ പിന്നെ അതുപോലെ വെണ്ടയ്ക്ക ഉണ്ടായിട്ടോ ഇഷ്ടം പോലെ. അതെ അല്ലെ? അവിടെ ഒക്കെ പണി നടക്കുന്നുണ്ട്. നമ്മുടെ ഇതിന്റെ അകത്ത് ഒത്തിരി പൊടി അടിച്ച് കയറുന്നില്ല. പക്ഷെ ഇതുണ്ടോ, നമ്മുടെ പഴയ TV ആർക്കെങ്കിലും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോകാം. പക്ഷെ വർക്ക് ചെയ്യില്ലെന്നുള്ളൂ. വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അതിന് എന്തോ ചെറിയൊരു സാധനം മാറിയാൽ മതി. നമുക്കത് ഫുള്ള് അവർ റീപ്ലേസ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് റീഫണ്ട് ഓൾറെഡി തന്നു കഴിഞ്ഞു. ആ ടിവിയുടെ ഫുൾ പൈസ നമുക്ക് കിട്ടി. അതുപോലെ ഈ TV വേണമെങ്കിൽ അങ്ങനെ എടുത്തോണ്ട് പോകാം കേട്ടോ. ഇവിടെ ശരിയാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാം. അതല്ലടി, അത് ശരിയാക്കും. ചിലവർക്ക് അത് ശരിയാക്കാൻ അറിയാം. മനസ്സിലായോ? നമുക്കത് എന്റെ സംഭവം ഒന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും വേറെ TV അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ TV പൈസ ആയിട്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് നമുക്ക്. അല്ല, ഇനി പുതിയ TV മേടിച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു കേക്ക്, ഒരു പ്ലം കേക്ക്. പിന്നെ ഇത് തന്നെ ഇത് നമ്മുടെ അതും കേക്കാട്ടോ. ഗീ കേക്ക്. പിന്നെ ഹലുവ, കറുത്ത ഹൽവ, പേട. ഇത് എനിക്ക് മൈസൂർ പാക്ക്. അതിന്റെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി 2 സെഷൻ ഉണ്ട് കേട്ടോ. അതായത് നിമിഷയുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ട സാധനങ്ങളെല്ലാം 2 ആയിട്ടായിട്ടോ. അതായത് പകുതി ചേച്ചിക്കും കൊടുക്കണം. സോഷ്യനല്ലേ, നമ്മൾ അടുത്ത മാസം പോകുന്നുണ്ടോ അവിടെ. അതുപോലെ പകുതി വെക്കും കേട്ടോ. അതായത് 2 പേര് സ്പ്ലിറ്റ് ചെയ്ത്. പക്ഷെ ചേച്ചിക്ക് കൊടുക്കാനുള്ള കൂടെ ഇവിടെ തിന്നാൻ തുടങ്ങിയത് എനിക്ക് ഇതുണ്ടോ. പിന്നെ ഇത് മൈസൂർ പാക്ക്. ഇത് എന്റെ മൈസൂർ പാക്ക്. അത് തീരാറായിട്ടോ. പിന്നെ ഇത് മമ്മിയുടെ സ്പെഷ്യൽ മീനച്ചാറ്. ഇത് എവിടുത്തെയാടി? തൊഴിലത്തെയാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല ചായ. കാരണം എന്താണെന്നറിയാമോ, ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന്റെ ഒരു ഇത് കേടാവാതിരിക്കാൻ വേണ്ടി കേടാകാതിരിക്കുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സൂപ്പർ. ഓൾറെഡി എത്രയായിട്ടോ. അടിപൊളിയാവട്ടോ. ഇത് നമ്മുടെ ജിജമ്മയുടെ കണ്ണിമാങ്ങ അച്ചാറ്. കണ്ണിമാങ്ങയാണോ? ഇത് കണ്ണിമാങ്ങ അച്ചാറ്. ഇതാ മമ്മിയുടെ മീനച്ചാറ്. ഇത് മമ്മിയുടെ മീനച്ചാറ്. തൊടുപുഴയിലെ മമ്മിയുടെ മീനച്ചാറാണ് ഇത്.
അടിപൊളിയാണ് കേട്ടോ. മീനച്ചാറുകളെല്ലാം കൊതി കാരണം ഞങ്ങൾ കൊതി കാരണം ആദ്യം പൊട്ടിച്ചു. ഇതിന്റെ പകുതിയോട് ഇത്രയായിട്ടോ ഓൾറെഡി. ഇതും അതുപോലെ ഉണ്ടോ, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഓൾറെഡി വന്നിട്ട് ഇപ്പൊ 2 ദിവസമേ ആവുന്നുള്ളൂ കേട്ടോ. മീനച്ചാറുകളെല്ലാം കൊതി കാരണം പെട്ടെന്ന് എടുത്തു. പിന്നെ ഇത് കണ്ണിമാങ്ങ അച്ചാറ്. ഇത് തന്നെ അച്ചാറ് എനിക്ക് ഒരു മമ്മി തന്നുവിട്ട ഇത് ആനിമാമ ഉണ്ടാക്കി ഇട്ട അച്ചാർ അല്ലേ? ആനിമാമയുടെ സ്പെഷ്യൽ അച്ചാറാണ്. ഞാൻ ഈ അച്ചാർ കൊണ്ടുവരണ്ടെന്ന് ഓർത്തോണ്ടിരുന്നതാണ്. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ അവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ എനിക്ക് ചോറിന്റെ കൂടെ തന്നപ്പം ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റി സാധനം. ഈ മാങ്ങാക്കറി എന്ന് അവര് പറയുന്നത് കേട്ടോ. ഇത് എന്നാ സംഭവം അറിയാമോ? ചമ്മന്തിപ്പൊടി. ഇത് മമ്മിയുടെ ആട്ടോ, നമ്മുടെ മോളി മമ്മിയുടെ ചമ്മന്തിപ്പൊടി ഉണ്ട്. സൂപ്പർ ചമ്മന്തിപ്പൊടി. നിനക്ക് ഇത് 3 ദിവസമായിട്ട് ഞാൻ ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റ പാട്. അമ്പോ ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും എനിക്ക് വയറ് നിറച്ച സാധനങ്ങൾ തന്നുപിടിച്ചാൽ എനിക്ക് എന്നാ കൊണ്ടുവന്നത്. നിനക്ക് സിൽക്ക്, നിനക്ക് കഴിഞ്ഞ തവണ കണ്ട് എവിടെയെങ്ങാണ്ട് പോയപ്പോ സിൽക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞോണ്ട് അവള് ഭയങ്കര ഇവിടെ എല്ലാ ദിവസവും ആയിരുന്നു എനിക്ക് സിൽക്ക് കഴിക്കണം, സിൽക്ക് കഴിക്കണം. അതൊക്കെ ഓർത്ത് വെച്ചല്ലേ. ഡയറി മിൽക്ക് സിൽക്ക്. താങ്ക് യു വെരി മച്ച്. കഴിച്ചോ, നീ ധൈര്യമായിട്ട് ഒളിപ്പിച്ചു കഴിച്ചോ. 3 ദിവസം ഞാനത് ഒളിപ്പിച്ചു വെച്ചു അടുത്ത്. ഇത്ര ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാനായിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് ഞാൻ ആരും കാണാത്ത രീതിയിലാണ് വെച്ചോണ്ടിരുന്നത്. ഇത്രയൊന്നും അല്ലാട്ടോ സാധനങ്ങൾ. മിറമോൾ എന്തുണ്ടോ? ഡയറി മിൽക്ക് പൊട്ടിക്കാം. ടി വി ഇട്ട് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടാവണം. ടി വി ഒന്നും ഇല്ല, കുറച്ച് ടി വി ഒക്കെ കുറയ്ക്കാം. ടി വി ഞങ്ങളെല്ലാം മൊത്തത്തിൽ കുറയ്ക്കാൻ പോവാം. ഇത് കുറച്ച് സാധനങ്ങളുണ്ട്, വളരെ കുറച്ച് സാധനങ്ങൾ. അതായത് കൊണ്ടുവന്നതിന്റെ ഒരു കാൽഭാഗമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് കേടാവുന്ന സാധനങ്ങൾ ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചെന്നുള്ളൂ. അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചേക്കാൻ വിഷയം. കാരണം അത് നീ കവറിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കറിക്ക് എടുക്കാലോ, ചോറിന് എടുക്കാലോ. ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്പെഷ്യൽ ഒരു സാധനമാണ്. സ്പെഷ്യൽ കൊണ്ടുവന്ന സാധനമാണ് വൈൻ. മമ്മിയുടെ വൈറൽ വൈനാണ് കേട്ടോ. മമ്മിയുടെ വൈറലായിട്ടുള്ള വൈൻ. മുന്തിരി 7 ദിവസം കൊണ്ട് റെഡിയായ വൈൻ. മുന്തിരി വൈൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആദ്യം കൊണ്ടുവരണ്ടെന്ന് ഓർത്തതാ, പക്ഷെ ഞാനത് നല്ല വീട് തുറക്കുമ്പോഴേ നല്ല ഗ്യാസ്, നല്ല മതയോ. അതുകൊണ്ട് നിമിഷക്ക് ഇഷ്ടമാണ് കേട്ടോ. സൂപ്പർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം, മരുന്ന് പോലെ അല്ലേ? അതിനുള്ള ഉള്ളൂ. അതിങ്ങനെ വെച്ചേക്കാം, കുഞ്ഞൊരു സിപ്പ് ഇടയ്ക്കെങ്ങാനും കുടിക്കാത്രേ ഉള്ളൂ കേട്ടോ. മിറയും നിമിഷയും കൂടെ പെട്ടികൾ പൊട്ടിക്കാൻ പോവാം. ബാക്കി പെട്ടികൾ പൊട്ടിക്കാൻ പോവാണ്. മിറ ചുമക്കുമ്പോ എങ്ങനെയാ കാണിച്ചു കൊടുത്തു? എല്ലാരെയും കാണിച്ച് മിറ, എല്ലാരെയും കാണിച്ച്, ഇവിടെ കാണിച്ച്. അങ്ങനെ ചുമക്കാവളെ അമ്മ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്റെ കൊച്ചു അത് പിന്നെ കൊച്ചു ഇങ്ങനെ ചുമക്കൂ. ഗുഡ് ഗേൾ, വെരി ഗുഡ്. നമുക്ക് പെട്ടി പൊട്ടിക്കാം. ചെറിയ പെട്ടി ആയി തുടങ്ങാം. ഇത് ഞാൻ എന്റെ ഡ്രസ്സുകൾ കൊണ്ടുവന്ന എന്റെ ചെക്കിൻ ബാഗേജ് ആണ്, നല്ല ക്യാരി ബാഗ് ആണ് കേട്ടോ. ഇവിടെ ഈ പെട്ടി പൊട്ടിക്കാം. ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല മിഷ. അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഞാൻ എന്റെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ മലേഷ്യൻ എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ്സിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. ബീവൂട്ടിന്റെ കൂടെ ആണല്ലോ പോകുന്നതെന്ന് ഓർത്ത്. അപ്പം അതുകൊണ്ട് വലിയ യാത്രയൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ആശ നല്ല എൻജോയ് ചെയ്തിരുന്ന ഫ്ലൈറ്റ്. പുള്ളിയുടെ സീറ്റ് പക്ഷെ കാലിയായിരുന്നു. പുള്ളി ഫുൾ എന്റെ മടിയിലായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല, തന്നെയല്ലേ ഉള്ളൂ. പെട്ടി തുറന്നോ. ഓപ്പൺ ചെയ്തേ. കാലിയാണോ? ഒന്നുമില്ലേ? കാലിയാ. അമ്മന്റെ തലയുടെ ആരാ മേടിച്ചെന്ന്? അതാ അറിയത്തില്ല, അമ്മ മേടിച്ചായിരിക്കും. തലയിടുന്ന ബണ്ണ് മിറക്കുട്ടിന് തലയിടാനായിട്ട്. ഏതേ മിറക്കുട്ടിന് മമ്മി മേടിച്ചായിരിക്കും. നമുക്ക് നോക്കാം. കൊള്ളാലും സൂപ്പർ സാധനമുള്ള മുറുപോലെ. കൊച്ചിന് തലയെ വെക്കാൻ ദേ. ഹായ്, ഇതേ ഇരിക്കണു. ഒരുപോലത്തെ. അമ്മച്ചോട് താങ്ക് യു പറ. താങ്ക് യു പറഞ്ഞു. മമ്മിയുടെ താങ്ക് യു അമ്മച്ചി. ഗ്രാൻഡ് മാ താങ്ക് യു. ഗ്രാൻഡ് മാ. ഓക്കെ. നമ്മുടെ തൊഴുവല മമ്മി മേടിച്ചു തന്ന അമ്മച്ചി കൊച്ചിന് മേടിച്ചു തന്നത് എന്താ? ആയ്, നല്ല ക്യൂട്ടാ അല്ലേ കുഞ്ഞാ? നൈസ്. കൊണ്ട് പൊട്ട് വേണോടാ? നമുക്ക് അമ്മച്ചി തന്ന പൊട്ടൊന്ന് കൊച്ചിന് വെച്ച് തരാം. അമ്മച്ചി മേടിച്ചു തന്ന പൊട്ട്. ഇത് നൈസ് അല്ലേ? അടിപൊളി. സൂപ്പർ ആണല്ലോ. അടുത്ത ദിവസം സ്കൂളിൽ ഇട്ടോണ്ട് പോലെ മിറക്കൂട്ടൻ. എന്റെ അമ്മേ, ആണ്ടേ പ്രിൻസസിന്റെ ഉടുപ്പ്. പ്രിൻസസിന്റെ ഡ്രസ്സൊക്കെ മാറി നിൽക്കും എല്ലാവരെയും. ഇഷ്ടപ്പെട്ടാ? ഞാൻ അമ്മച്ചിക്ക് താങ്ക് യു പറഞ്ഞേ.
ആ സൂപ്പർ, ഇഷ്ടപ്പെട്ടോ? അടിപൊളി, കൊള്ളാം അല്ലേ? എനിക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങി ഇച്ചാഴിക്കല്ല. ഒരാഴ്ച കൊണ്ട് പോയിട്ട് വന്നോണ്ട് അയ്യോ പൊളിച്ച്. ഇത് തിരുവനന്തപുരത്താണ് കേട്ടോ, മമ്മിയുടെ സ്പെഷ്യൽ അവലോസ് ഉണ്ടാവും. ഇതെല്ലാം തിരുവനന്തപുരത്താന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, ഇത് നിന്റെ പഴുത്ത പഴത്തിന്റെ ചിപ്സ് അല്ലേ? അതെ അതെ അതെ, അടിപൊളി. ഇതെല്ലാം തിരുവനന്തപുരം ഇതാണ്, അടിപൊളി, സൂപ്പർ. അവലോസ് ഉണ്ടാ, നിന്റെ പല്ലുള്ളതും കൂടെ പൊട്ടിപ്പോകും. അവലോസ് ഉണ്ടാ പറഞ്ഞേ. ആ ഗുഡ് ഗേൾ. പൊട്ടിക്കണോ? അല്ല ഇപ്പൊ വേണ്ട, ഞാൻ കുറച്ച് കഴിയുമ്പോ കഴിച്ചോളാം. പട്ടിയല്ല മീറ, പെട്ടി. പെട്ടി പെട്ടി. ആ ഓ ഇതെന്നാ ഇത് മസാലാസ് ആട്ടോ. ഇത് മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, 2 മല്ലിപ്പൊടി കാശ്മീരി. അതുപോലെ തന്നെ താത്തയുടെ കടയാണോ നമ്മുടെ അവിടെ? അറിയില്ല, തൊഴിലത്തെ ഏതൊരു കട, ചാച്ചനൊരു സ്പെഷ്യൽ ഒരു കടയുണ്ട്. അതുപോലെ അവലോസ് പൊടി ഉണ്ടായിരുന്നു 2 പാക്കറ്റ്. ഞാനത് തിരിച്ചു കൊടുത്തു, കാരണം ഇവിടെ കഴിഞ്ഞ കൊണ്ട് മുന്നത്തെ തവണ വന്ന അവലോസ് പൊടി കൂടി ഇരിക്കുക. ഇത് കണ്ടത് പൊടികളാ. ഇത് ഷിജാൻഡി, അതാണ് ഷിജാൻഡിയുടെ കവർ. അമ്മയ്ക്ക് ഉടുപ്പ് കിട്ടിയേ. ഹായ്, ഇത് സൂപ്പർ ആണല്ലോ. താങ്ക് യു ഷിജാൻഡി, അടിപൊളി. ഞാനൊന്ന് ഷിജാൻഡി എന്നോട് വിളിച്ചിട്ട് പറയാടാ, ഒരു സാധനം എന്ന് കൊണ്ടുപോകണം, ഞാൻ നിമിഷയ്ക്ക് വേണ്ടിട്ട് റെഡിയാക്കി വെച്ചേക്കാം. ഓ ഷിജാൻഡി തയ്ച്ചാണോ? അടിപൊളി. ഇത് കണ്ടോ മിറ? അത് കണ്ടോ? ഫുൾ ഞാൻ ഇതിട്ടൊരു കലക്ക് ഫുൾ തിളക്കാണല്ലോ, അടിപൊളി. ഇത് ഫുള്ള് തിളക്കാണല്ലോ, സൂപ്പർ ആണല്ലോ. പാർട്ടിക്ക് തയ്ച്ചാട്ടോ ഷൈജാൻഡി അതുപോലെ കേട്ടോ. എനിക്ക് ആ ഉടുപ്പ് ഷൈജാൻഡിയുടെ ആണെന്നൊരു സംശയം ഉണ്ട്. ആ വൈറ്റ് കളർ, ആ കുഞ്ഞത് ചിലപ്പോ ഷൈജാൻഡി തയ്ച്ചതാണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. ഇത് കണ്ടോ മിറ? ഹൗസ് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ മിറക്കിട്ടേ? താങ്ക് യു ഷിജാൻഡി, അടിപൊളി കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കാട്ടോ, ലാസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ഇട്ട് കാണിക്കാട്ടോ. അതുപോലെ തന്നെ ഇതാട്ടോ നമ്മുടെ മെയിൻ അറ. അതിന്റെ അകത്തായിരിക്കും മറ്റേ പൊട്ടണം ചീറ്റുന്ന സാധനങ്ങളൊക്കെ. അങ്ങനെ സംഭവം സാധനങ്ങളുണ്ടല്ലോ. സാധനങ്ങളുണ്ടോ? ഇത് എനിക്ക് ഒന്ന് മമ്മി മേടിച്ചു തന്നാന്ന് തോന്നുന്നു. മിറയുടെ കണ്ണു പോയതുകൊണ്ടോ? ചെപ്പുണ്ട്, കുറച്ച് പൊട്ടിപ്പോയി. അടിപൊളി. ഇതാണ് മമ്മി ഒരു ബട്ടർഫ്ലൈ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആനിയന്റെ മേടിച്ചു തന്ന ബട്ടർഫ്ലൈ ബാഗ് കൊച്ചിന്. വള്ളി ഉണ്ടെന്ന്. ഇതിന് വള്ളിയുണ്ട് കേട്ടോ, അടിപൊളി. തരാം. ഇഷ്ടപ്പെട്ടോ കുഞ്ഞാ? സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. വാവ്, ഇത് അടിപൊളിയാണല്ലോ. ഇതെല്ലാം ആനിമച്ചിയുടെ വകയാന്ന് തോന്നുന്നു കേട്ടോ. പറ ഓടി വാ. അതെ, ഒരു പേളിന്റെ മാല. ഇതെല്ലാം മിറക്കൂട്ടരാണോ? അയ്യോ, അതന്നെ കമ്മലോ? അതാ തൊപ്പി തല വെക്കുന്ന അല്ല, തല വെക്കുന്ന തൊപ്പി പോലത്തെ സ്ലൈഡ് ഉണ്ടോ? അടിപൊളി. ഓക്കെ, ഇത് കണ്ടോ മിറ? ഇതാണ്ടോ മിറ? ഏതാ? അടുത്ത പെട്ടി നിമിഷം തുറക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഒരു 1.5 പെട്ടി കേട്ടോ. ഇഷ്ടം പോലെ നിങ്ങളിത് കാണുക. ഇത് എന്നതാടി? ഇത് സ്പെഷ്യൽ അരിമുറുക്ക്. ഇത് മിറാക്ക് വേണ്ടി മാത്രം നമ്മുടെ മോളി മമ്മി തന്നു വിട്ടാണ് കേട്ടോ. ഇവള് മുറുക്കിന്റെ ആളാ. സൂപ്പർ സാധനം. ഇത് മമ്മിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇതെങ്ങാനും എത്താതിരിക്കുമോ എന്നൊക്കെ മമ്മിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ പാലായിലുള്ള അവരുടെ തൊടുപുഴയിലെ മമ്മിയുടെ മസാലക്കൂട്ട് നല്ല റോസ്റ്റഡ് ടൂണ ക്രഞ്ച് ആണ് ഇവിടെ. നമ്മുടെ ചൂരമീന്റെ പൊടിയാണ്, അടിപൊളി സാധനം. പിന്നെ മധുരസേവ, ശർക്കര വരട്ടി, മിക്സർ, ഇതൊക്കെ തിരുവനന്തപുരത്തെ സ്നാക്സ് ആണ്. ഇത് മൊത്തം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, മധുരസേവ. പിന്നെ ഇത് നമ്മുടെ പൊൻകതിറിന്റെ ഫ്രോസൺ അല്ല, ഇൻസ്റ്റന്റ് ഇടിയപ്പം. ചുമ്മാ ചൂടുവെള്ളത്തിലിട്ടാൽ ഇടിയപ്പത്തിന്റെ ആളാ, അതുകൊണ്ട് അവക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനങ്ങളാണ്. കൊതിയാ, ഉണ്ണിയുണ്ട് കേട്ടോ. ഇത് തൊടുപുഴയാണ്. ഇത് തൊടുപുഴ. കൊല്ലപ്പം. ഇതുണ്ടോ? ഇത് മമ്മി സ്വന്തമായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കിയ ചക്ക വറുത്തത്. ഇത് അമ്മ ഉണ്ടാക്കിയ ചിപ്സ്. ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയ ചിപ്സ്. സൂപ്പർ ചിപ്സ് ആട്ടോ. പ്രാവശ്യം നമുക്ക് അധികം പൊട്ടാതെ ചിലപ്പോ സമയം ഇത് പൊട്ടിപ്പോവാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ട് ഈ പെട്ടി ആയതുകൊണ്ട് മാത്രം കിട്ടിയതാ, അല്ലെങ്കിൽ എല്ലാം പൊടിഞ്ഞു പോയേനെ. ആണല്ലേ? അത് മുറുക്കായിരിക്കും. മുറുക്ക് ഇത് കണ്ടോ?
ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ചുരുട്ട് അതുപോലെ ഇത് നമ്മുടെ മസാലക്കൂട്ടിന്റെ തന്നെ ഇതാട്ടോ. ഇത് സൂപ്പർ. നിങ്ങളെ പിന്നെ ഒരു ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇത് തിരുമ്മി വെച്ചിട്ട് വെറുതെ ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് വേവിച്ചാൽ മതി. വേറെ തേങ്ങ മറ്റേ സവാള ഒരു സാധനം വേണ്ടടി. തക്കാളി, കുടലപ്പം, അടിപൊളി. ഇതൊക്കെ സൂപ്പർ സാധനം കേട്ടോ. അതിനടി അവിടെ കുരുമുളക് പൊടി. കുരുമുളക് അതല്ല മസാലാസ് അല്ലേ. സൂപ്പർ കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇനി എപ്പല്ലേ എപ്പൊ കഴിച്ചു തീർക്കുന്ന ഒരു പുറത്തല്ല. നാട്ടിലുള്ളവരൊന്നും വിചാരിക്കരുത് ഞങ്ങളൊക്കെ പാവങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുമ്പോഴേ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോ കണ്ടത് കേട്ടോ. അതെ, ഇച്ചിരി ഓവർ ആണെങ്കിലും ഇച്ചിരി ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് കൂടി പോയിട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ ഒരുമിച്ച് അവര് തന്നു കേട്ടോ. ഞാനിതൊന്നും തന്നൊന്നും പറഞ്ഞില്ല അല്ലെ. അതെ എല്ലാരും മേടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാരും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഒരാഴ്ചത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം റെഡിയാക്കി ഫുള്ള് സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ വേണോ അല്ലെ ഈ മിച്ചറൊക്കെ പയ്യെ പൊട്ടിച്ചു തുടങ്ങാൻ നിമിഷം. കാരണം അതൊക്കെ കനച്ചു പോകും പെട്ടെന്ന് കേട്ടോ. അതുപോലെ ക്യാൻബറെ ശോശിന് കൊടുക്കാനുള്ളത് മാറ്റി വെക്കണം പ്രത്യേകം, അല്ലെങ്കിൽ അതെല്ലാം കേടായി പോകും. കാണിച്ചപ്പോ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോയല്ലേ. അയ്യോ ഇതെങ്ങനെ കഴിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ എല്ലാവരും നാട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരും കേട്ടോ. നമ്മള് നമുക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ച് നമ്മള് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു ചായ ഉണ്ടാക്കി ഒരു അരി കൊണ്ട് ഓർമ്മ കഴിക്കാൻ പോകും അല്ലേ. എനിക്ക് അതുപോലെ മകളുടെ ചിപ്സ് ഒന്ന് കഴിക്കണമെന്നുണ്ട്. അതൊരു മീര ഡ്രസ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആണല്ലോ നിമിഷ. അങ്ങനെ നിമിഷയും നമ്മുടെ ഷിജാൻഡി തന്ന ഉടുപ്പ് എടേ കണ്ടതിനേക്കാളും രസമുണ്ട് കേട്ടോ. ഷിജാൻഡിക്ക് അളവ് എത്ര മനസ്സിലായെന്നുള്ളത് വേറെ സൂപ്പർ. അടിപൊളി അല്ലേ. ഇത് നല്ല ഉടുപ്പാട്ടോ. അടിപൊളി അല്ലേ. സൂപ്പർ അല്ലേ. നല്ല പാന്റും ഒക്കെ കറക്റ്റ് ആട്ടോ. എനിക്ക് വിളിച്ച അളവെല്ലാം കൊടുത്തില്ല. കറക്റ്റ് കേട്ടോ. ഒരു തുള്ളി പോലും വ്യത്യാസമില്ല. അടിപൊളി അല്ലേ. സൂപ്പർ അല്ലേ. സൂപ്പർ. വളരെ നമ്മുടെ പെട്ടി അങ്ങനെ വിളിച്ച് ഹാപ്പി ആയില്ലേ. വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയില്ലേ. ഇനി എന്തെങ്കിലും വേണോ. രണ്ട് വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇനി എന്തോ വേണം നമുക്ക്. രണ്ടുപേർക്കും ഒത്തിരി നന്ദി. ചാച്ചനും അമ്മയ്ക്കും പപ്പയ്ക്കും മമ്മിക്കും ഇത് കൊണ്ടുവന്ന് എനിക്ക് നന്ദിയൊന്നുമില്ലടേ. ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു ദൂതൻ അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഡ്രസ്സൊക്കെ കൊള്ളാം കേട്ടോ. നല്ലൊരു പാട്ടുകൂടെ പഠിക്കും. നല്ല ഡ്രസ്സ് കിട്ട്. പാട്ട് വേണം. പാടി വീണ പൂവിതളിങ്ങോ പിന്നിലാവിലലിഞ്ഞോ നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി ആദിരാമഴയിതോ ഹംസഗീതം പാടി വീണ പൂവിതളിങ്ങോ പിന്നിലാവിലലിഞ്ഞോ. ഈ പാട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുത്തി പാടി കണ്ട കൂടെ. പതറിപ്പോയ ആദ്യം പാടിപ്പോൾ എന്റെ കൂടെ പാടും. അതാണ് ഞങ്ങളുടെ മെറക്കുട്ടൻ. എന്തും ചെയ്യും മെറക്കുട്ടൻ അല്ലെ. സൂപ്പർ ഓട്ടാന്ന് വെച്ചാൽ നമുക്കിനി പയ്യെ വണ്ടി കഴുകാനുണ്ട്. സിഡ്നി പോയിട്ട് വന്ന് വണ്ടി മൊത്തം പൊടിയാണ് കേട്ടോ. ഞാൻ വണ്ടി കഴുകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടോ വന്നത്. ഇപ്പം നമ്മുടെ പുറത്തുനിന്ന് ഇപ്പൊ പോയപ്പോ നമ്മള് വണ്ടി കഴുകാനുള്ള കുറച്ച് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നോട്ടെ. ഇനിയിപ്പോ കട്ട വണ്ടി കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കണം അല്ലെ. എത്ര നാളല്ലേ മേടിച്ചപ്പോ നമ്മള് കഴുകിയിട്ടില്ല. നമ്മള് എക്സസ് കഴുകി വൃത്തിയാക്കി ഇടണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോയി കഴിയുമ്പോഴാണല്ലോ കൂടുതൽ ചെറിയ ഈച്ചയൊക്കെ വന്ന് അടിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ വന്ന് അടിയുമ്പം ഇങ്ങനെ ഫ്രണ്ടിൽ ചെറിയ മാർക്കൊക്കെ ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവരുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. അടുത്ത ദിവസം നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. വലിയ ഓരോരോ അല്ലെ പരിപാടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതുപോലെ റീബൂട്ടിന് എന്താ കൊണ്ടുവിട്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി കേട്ടോ. നമ്മുടെ നാട്ടില് എന്താ പറയാ, അവൻ മാത്രം നാട്ടിൽ അത് നിന്നിട്ടില്ല. പിള്ളേര് നാട്ടിൽ നമ്മുടെ അപ്പന്റെ അമ്മയുടെ ഒക്കെ കൂടെ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ തരത്തിലും അല്ല. പക്ഷെ 2 വയസ്സിന് 3 വയസ്സിന് ഇടയ്ക്കാണ് നമുക്ക് അവർ നിർത്താൻ പറ്റത്തുള്ളൂ. അവനെ കൊണ്ടുവരാം. മാക്സിമം 3
3-4 മാസം കേട്ടോ. അതിനുള്ളിൽ ഞങ്ങൾ അവനെ കൊണ്ടുവരും. പിന്നെ അത് പറഞ്ഞ പോലെ അവൻ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെ പറ്റുവാണെങ്കിൽ അവന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം. ആശാൻ അവിടെ പപ്പായുടെ സ്കൂട്ടറിലൊക്കെ കയറി തകർക്കുന്നുണ്ട്. അവന് ഞങ്ങളൊക്കെ ഇപ്പൊ വേണ്ട കേട്ടോ. പുള്ളി ഞങ്ങളൊക്കെ മറന്നെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ പ്രായത്തിൽ പിള്ളേരെ കൊണ്ടുപോയിട്ടുള്ള ഗുണം അതാണ് കേട്ടോ. അവർക്ക് വിഷമാവില്ല. പിന്നെ നാട്ടിലത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും അല്ലേ. അപ്പൊ അടുത്ത ദിവസം കിടിലൻ വീഡിയോ ആയിട്ട് വരില്ലേ മിറക്കുട്ടാ? അതെ, അടുത്ത ദിവസം ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുപോലെ എല്ലാവർക്കും മിറക്കുട്ടാ നിമിഷ